ജാപ്പനീസ് ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ജാപ്പനീസ് മാങ്ക ആർട്ടിസ്റ്റ് റിയോ തത്സുകിയുടെ പ്രവചനമാണ് ഇപ്പോൾ ലോകമാകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ജൂലൈ 5 പുലർച്ചെ 4:18 ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്നാണ് ഇവർ പ്രവചിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനവും സുനാമിയുമെല്ലാം ഇവർ വളരെ കൃത്യമായി പ്രവചിച്ചിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ജപ്പാൻ ജനതയെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നതും. ഫ്യൂച്ചർ ഐസോ എന്ന കൃതിയിലൂടെയാണ് ഇത്തരം പ്രവചനങ്ങൾ തത്സുകി നടത്തിയിരിക്കുന്നത്. 2011 ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയിൽ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അതിൽ പറഞ്ഞ ദിവസം തന്നെ ഈ ദുരന്തം സംഭവിച്ചു എന്നത് ഇപ്പോൾ ലോക ജനതയെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. സംഗതി സത്യമോ മിഥ്യയോ എന്നറിയാനും ഭയത്തോടെയുമാണ് ഇപ്പോൾ ഈ പ്രവചനത്തിൽ ലോകം നോക്കിക്കാണുന്നതും. അതുമാത്രമല്ല, അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ നിരവധി ചെറു ഭൂചലനങ്ങൾ ജപ്പാനിൽ സംഭവിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റിയോ തത്സുകി നടത്തിയ പ്രവചനം സത്യമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജപ്പാൻ ജനത കഴിയുന്നതും. ശനിയാഴ്ച മുതലാണ് 500-ലേറെ ഭൂചലനങ്ങൾ ടൊക്കാരയിലുണ്ടായത്. എന്നാൽ അവയെല്ലാം തന്നെ ചെറുചലനങ്ങളായതിനാൽ നാശനഷ്ടങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനെ തുടർന്ന് പരിസര പ്രദേശങ്ങളെല്ലാം തന്നെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നത്. 10 ദിവസത്തിലേറെയായി ചൈനയിൽ അതിഭീകരമായ തോതിൽ മഴ തുടരുകയാണ്. എന്നാൽ ചൈനയിലെ ഈ പ്രളയത്തെ റിയോ തത്സുകിയുടെ പ്രവചനവുമായി ചേർത്ത് വായിക്കുന്നവരും നിരവധിയാണ്. ചൈന, തായ്വാൻ ഉൾപ്പെടുന്ന മേഖലയിലാണ് പുലർച്ചെ 4:18 വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടാവും എന്നാണ് ഇവർ പ്രവചിച്ചിരിക്കുന്നത്. കോവിഡ് വ്യാപനവും സുനാമിയും സത്യമായത് തന്നെയാണ് ഈ ഭീതിക്ക് പുറകിൽ എന്നതാണ് സത്യം. താൻ കാണുന്ന സ്വപ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത്. താൻ കണ്ട 15 സ്വപ്നങ്ങളെക്കുറിച്ചും തത്സുകി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല, അതിൽ 13 സംഭവിച്ചു എന്ന അവകാശവാദവുമായി ഇവരുടെ അനുയായികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഡയാന രാജകുമാരിയുടെ മരണം ഉൾപ്പെടെ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നതും. ഇവരുടെ പ്രവചനത്തിന് ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല. എന്നാൽ പലപ്പോഴും ജൂലൈ 5 എന്ന ദിനത്തെ വളരെയധികം ഭയത്തോടെയാണ് ലോകവും ജപ്പാൻ ജനതയും നോക്കിക്കാണുന്നത്. തത്സുകി തന്റെ പുസ്തകത്തിൽ ജപ്പാനും ഫിലിപ്പീൻസും ഇടയിൽ കടൽ തിളച്ചു മറിയുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇത് പുറത്തേക്ക് അഗ്നിപർവ്വത സ്ഫോടനം കണക്കി സുനാമി രൂപത്തിൽ ജൂലൈ 5 പുലർച്ചെ പുറത്തേക്ക് വരുമെന്ന സൂചനയാണ് ലോകത്തിന് നൽകുന്നത്. എന്തായാലും ആശങ്കയിൽ ഓരോ നിമിഷവും തള്ളി നീക്കി മുന്നോട്ട് പോവുകയാണ് ലോകം. പലരും യാത്രകൾ പോലും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. എന്ത് തന്നെയായാലും വളരെയധികം ജാഗ്രതയോടെ ആശങ്കയോടെ ഉറ്റുനോക്കുകയാണ് ലോകം തത്സുകിയുടെ പ്രവചനത്തെ. അത്രയധികം ആശങ്കയാണ് ഇപ്പോൾ ഈ പ്രവചനം ലോകത്താകെ ഉണ്ടാക്കിയിരിക്കുന്നത്.